പാലക്കാട്ടെ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളും ആസൂത്രിതമെന്ന് എഡിജിപി വിജയ് സാഖറെ. രണ്ടു കേസിലും സംശയമുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും എഡിജിപി പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട്ട് സുരക്ഷ കർശനമാക്കി. അവിടെ യാതൊരു സംശയമില്ല, ഈ രണ്ട് മർഡേഴ്സ് പ്ലാൻഡ് ആണ്. പിന്നെ ഞാൻ എല്ലാ സമയം പറയാറുണ്ടത്, ഒരു ഹിറ്റ് പാർട്ടി, അറ്റാക്ക് പാർട്ടി ഈ സംഭവം ഫിസിക്കലി ചെയ്യാറുണ്ടത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്പിറസി ചെയ്യുന്നില്ല ആൾക്കാർ. ഇത് ഈ കേസ് മാത്രമല്ല, എന്തെങ്കിലും മർഡർ കേസ് നിങ്ങൾ നോക്കുമെങ്കിൽ ഒരു പ്ലാൻഡ് മർഡർ പ്രതികൾ വളരെ പ്ലാൻ ചെയ്തിട്ട് സീക്രട്ടായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആ പ്ലാൻ നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ മർഡർ തടഞ്ഞു നിർത്താൻ പറ്റും. ഒബ്വിയസ്ലി ഇത് കോൺഫിഡൻഷ്യൽ സീക്രട്ട് പ്ലാൻഡ് ഓപ്പറേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു നമ്മുടെ എൻറ്റിസിപ്പേറ്റഡ് ബന്ദോബസ്ത് ചെയ്യാറുണ്ടത്. പക്ഷേ പ്രതികളിൻ്റെ പ്ലാനിങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. മർഡേഴ്സ് അങ്ങനെയാണ്, പ്ലാൻഡ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിവെൻറ്റ് ദം. അത് മാത്രം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ സസ്പെക്ട്സ് ഉണ്ട്, അതിനു വേണ്ടി എൻറ്റിസിപ്പേറ്ററി ബന്ദോബസ്ത് എല്ലാ സമയവും ഉണ്ടാവും. വിവരങ്ങളുമായി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് എന്തൊക്കെ? ഗോപി, രണ്ട് കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് സുബൈറിൻ്റെയും RSS നേതാവ് ശ്രീനിവാസിൻ്റെയും രണ്ട് കൊലപാതകങ്ങളും ആസൂത്രിതമായി നടത്തിയതാണ് എന്നതാണ് ഈ അവലോകന യോഗത്തിന് ശേഷം വിജയ് സാഖറെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കേസിലും സംശയമുള്ള ആളുകളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനാകും എന്നതാണ് അദ്ദേഹം പങ്കുവെക്കുന്ന പ്രതീക്ഷ. ഇതിൻ്റെ തെളിവുകളും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നു. രണ്ട് കേസിലുമായി ആളുകളെ ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ഈ ആദ്യ കൊലപാതകം നടന്ന് സുബൈറിൻ്റെ കൊലപാതകം നടന്നതിന് ശേഷം പോലീസ് ജില്ലയിൽ ഒരുക്കിയ നിരീക്ഷണ സംവിധാനത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ കൊല്ലാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തടയുക എന്നുള്ളത് എളുപ്പമല്ല. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പോലീസിന് അത്തരത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയാനാകില്ല എന്നുള്ളതാണ് വിജയ് സാഖറെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഇനിയൊരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിജയ് സാഖറെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി. പാലക്കാട്ട് RSS നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതകം പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് സുബൈർ കൊല്ലപ്പെട്ടതിന്റെ രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണെന്നാണ് FIR-ൽ പറയുന്നത്. കണ്ടാലറിയാവുന്ന 6 പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നതെന്നും FIR-ൽ പറയുന്നു. ഏപ്രിൽ 15-ന് എലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് സുബൈർ കൊല്ലപ്പെട്ടതിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് കാരണമെന്നാണ് FIR വ്യക്തമാക്കുന്നത്. കണ്ടാലറിയുന്ന 6 പേർ ഇരുചക്ര വാഹനങ്ങളിലെത്തിയാണ് കൊലപാതകം നടത്തിയത്. ശ്രീനിവാസന്റെ മേലാമുറിയിലെ സ്ഥാപനത്തിൽ കയറി വാളുപയോഗിച്ച് വെട്ടുകയായിരുന്നു. കേസിൽ ദൃക്സാക്ഷികളായ വാസുദേവന്റെ മൊഴിപ്പകർപ്പും പുറത്തുവന്നു. എന്നാൽ ശ്രീനിവാസന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും തീവ്രവാദമാണെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. ഇത് മതതീവ്രവാദികൾ, ഭീകരവാദികൾ PFIയുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായിട്ട് കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഇത് രാഷ്ട്രീയ കൊലപാതകം എന്ന ഭാഷ്യം കൊടുത്ത് പോലീസ് ഇതിനെ വളരെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് BJP ആവശ്യം. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിന്റെ പിന്നിലുള്ള ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കണം. അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെങ്കിൽ കേരള പോലീസിനെ കൊണ്ട് സാധിക്കില്ല. കാരണം അന്തർ സംസ്ഥാന ബന്ധങ്ങളടക്കം ഇതിനുണ്ട്. മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ്. CBI അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണം വന്നാൽ മാത്രമേ ഇതിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരൂ. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 6-അംഗ സംഘത്തിൽ 3 പേരാണ് അകത്തുകയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് മൊഴി. നാർക്കോട്ടിക് സെൽ DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 50ഓളം പേരെ ചോദ്യം ചെയ്തു വരികയാണ്. അക്രമികൾ സഞ്ചരിച്ച ബൈക്കുകളിൽ ഒന്നിന്റെ ഉടമസ്ഥയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊരാളാണ് വാഹനം ഉപയോഗിച്ചതെന്നും ഇയാൾ ഒളിവിലാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ടെ കൊലപാതകങ്ങളിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. പോലീസിനെതിരായ വിമർശനങ്ങളിൽ അടിസ്ഥാനമില്ല. പോലീസ് കനത്ത ജാഗ്രത തുടരുകയാണെന്നും മന്ത്രി ന്യൂസ് 18 പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ ശക്തമായ ഇടപെടലാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. പോലീസ് വളരെ
ശക്തമായി ഇടപെടുന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. 144 ഉൾപ്പെടെ ഇനി ഒരു സംഭവം വരാതിരിക്കാൻ ജാഗ്രത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൽ ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് ഈ 2 വഴിക്കാരും സംയമനം പാലിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് എവിടേക്കാണ് ഈ അണികളിൽ ഇങ്ങനെ കളിക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതേപോലെ പൊതുസമൂഹത്തിനും ഇതിനെതിരായിട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. പിന്നെ ഇതില് 2 വഴിക്കാരുടെ പ്രതികളെയും അവരെ സഹായിച്ചവരെയും കൂടി പിടികൂടണമെന്നാണ് അഭിപ്രായം. എന്നാലേ ഇത് നിൽക്കുള്ളൂ. ഇത് വളരെ ശക്തമായ ഒരു ഫോഴ്സ് ചെയ്ത് തന്നെ ഇത് അടിച്ചമർത്തുന്ന ഒരു രീതി വന്നാലേ ഇതിപ്പോ ഇതിന്റെ ഉദ്ദേശം ഒരു 2 വഴിക്കാർക്ക് വർഗീയ ലഹളയാക്കി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് സർക്കാരും CPM-ഉം പിന്തുണ നൽകുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സഞ്ജിത് വധത്തിൽ CBI അന്വേഷണത്തെ സർക്കാർ എതിർത്തത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. പാലക്കാട് നടന്നത് രാഷ്ട്രീയ കൊലപാതകമല്ല, മതതീവ്രവാദമാണ്. അതുകൊണ്ട് തന്നെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് രാഷ്ട്രീയമായിട്ടുള്ള സഹായം കിട്ടുന്നതുകൊണ്ടാണ് ഈ ഭീകരാക്രമണങ്ങൾ തുടർച്ചയായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുന്നത്. പാലക്കാട് തന്നെ സഞ്ജിത്തിന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഞ്ജിത്തിന്റെ വിധവ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരസ്യമായിട്ടുള്ള പിന്തുണയാണ് അവർ കൊടുത്തത്. സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ്, CPM-ന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത്. പോലീസിന്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയാണ് CPIM. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉടനെ എനിക്ക് പറയാൻ പറ്റില്ല. ആരെയാണ് സർക്കാർ, ഇന്നിപ്പോൾ സ്പീക്കറുടെ പ്രസ്താവന ഞാൻ കണ്ടു, ആരെയാണ് സ്പീക്കറും CPM നേതാക്കന്മാരും ഉപദേശിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ ഞങ്ങൾ ഇക്കാര്യത്തിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. ഈ മാസം 29-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ ശക്തികൾക്കെതിരായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. പാലക്കാട് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ശ്രീനിവാസിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം സംസ്കരിക്കും. കണ്ണകിയമ്മൻ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം കറുകോടി ശ്മശാനത്തിലാണ് സംസ്കാരം. വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ താലിബാൻ മോഡൽ ആക്രമണം നടത്തുന്ന മുസ്ലിം തീവ്രവാദി സംഘടനകളായ NDF അനുമോദിൽ ചേരുന്നു. അനുമോദ വിശദാംശങ്ങൾ. ഗോപി, ശ്രീനിവാസന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ 2 കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ്. വലിയങ്ങാടി വഴിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വൈകാതെ തന്നെ ഏകദേശം ഒരു 10-15 നിമിഷം കൊണ്ട് തന്നെ കണ്ണകിയമ്മൻ ഹൈസ്കൂളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. ഏതാണ്ട് രാവിലെ 9 മണിയോടെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. 3 മണിക്കൂറിലധികം പോസ്റ്റ്മോർട്ടം നീണ്ടുനിന്നു. ഗുരുതരമായ മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകൾ, മരണത്തിന് കാരണമാവുന്ന വിധം ആഴത്തിലുള്ള മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കയ്യിലെയും കാലിലെയും ഞരമ്പുകൾ മുറിഞ്ഞ നിലയിലായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിൻ്റെ കാരണമായിട്ട് വിലയിരുത്തുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് ശേഷം 12 മണിയോടെ ജില്ലാ ആശുപത്രി പരിസരത്തു നിന്നും വിലാപയാത്രയായി ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രവർത്തകർ പങ്കെടുക്കുന്ന വിലാപയാത്ര ഇപ്പോൾ കണ്ണകിയമ്മൻ ഹൈസ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഈ ഭൗതിക ശരീരം ഈ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. 3 മണിയോടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കസ്റ്റഡിയിലെടുത്ത 4 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. കൊലയാളികൾ സഞ്ചരിച്ച വാഹനം വാടകയ്ക്കെടുത്ത BJP പ്രവർത്തകൻ രമേശിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സുബൈർ കൊലപാതക കേസിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതികൾക്കായുള്ള അന്വേഷണം നടക്കുന്നത്.
മുഖ്യപ്രതികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായാണ് സൂചന. കേസിൽ 4 പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ തെളിവ് ലഭിക്കേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. സുബൈർ കേസിൽ പ്രതികൾ 6 അതിൻ്റെ നമുക്ക് ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പേര് പറയുന്നില്ല. പക്ഷേ വി ഹാവ് ഫെയർലി വെരി ഗുഡ് ഐഡിയ ഹു ആർ ദി അക്യൂസ് പേഴ്സൺസ്. അത് ഈ ആൾക്കാർക്ക് പിടിക്കാൻ വേണ്ടി ഒരു 5 സെപ്പറേറ്റ് ടീംസ് ഫോം ചെയ്തതാണ്. കൊലയാളി സംഘത്തിന് സഞ്ചരിക്കാൻ വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ BJP പ്രവർത്തകൻ രമേശിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. രമേശിനെ കിട്ടിയാലേ പ്രധാന പ്രതികളെക്കുറിച്ച് വ്യക്തത വരൂ. കേസിൽ BJP RSS പ്രാദേശിക നേതാക്കൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ ഫോൺ രേഖകളും മറ്റും പോലീസ് പരിശോധിച്ചു വരുന്നു. RSS പ്രാദേശിക നേതാവ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരമാണ് സുബൈർ വധമെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. എന്നാൽ പ്രതികളെ പിടികൂടാൻ വൈകുന്നുവെന്നാരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്തെ ഏറ്റവും സമാധാനമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും വർഗീയ ശക്തികൾ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും LDF കൺവീനർ A. വിജയരാഘവൻ. തീവ്ര വർഗീയ ശക്തികളുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഫലമാണ് കൊലപാതകങ്ങൾ. തുടർ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ജാഗ്രതയോടെ നീങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകങ്ങളെ അപലപിച്ച ലത്തീന തിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ സമീപകാലത്ത് കേരളത്തിൽ കാണുന്നത് പകരത്തിന് പകരം പ്രതികാരമാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഈസ്റ്റർ ദിന സന്ദേശത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അക്രമത്തെ അക്രമം കൊണ്ടല്ല നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് വിഷുവിന് പിന്നാലെ ഈസ്റ്ററിനും ശമ്പളമില്ല. സർക്കാർ അനുവദിച്ച 30 കോടി രൂപയ്ക്ക് പുറമെ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് കൂടിയെടുത്ത് മുഴുവൻ ശമ്പളവും തിങ്കളാഴ്ച നൽകാനാണ് ശ്രമം. ഗതാഗത മന്ത്രിക്കെതിരെ വിമർശനവുമായി CITU ഇന്നു രംഗത്തെത്തി. 28,000-ഓളം വരുന്ന KSRTC ജീവനക്കാർക്ക് ഇന്ന് ആഘോഷങ്ങളില്ലാത്ത ഈസ്റ്റർ. 17 ദിവസമായി ശമ്പളം പ്രതീക്ഷിച്ച് ജോലിയെടുത്തും സമരം ചെയ്തും മുന്നോട്ടു പോകുന്നു. വിഷുവിന് കൈനീട്ടമായി 1 രൂപ പോലും നൽകാൻ മാനേജ്മെന്റിനായില്ല. തിങ്കളാഴ്ച വൈകുന്നേരമോ ചൊവ്വാഴ്ച രാവിലെയോ ശമ്പളം വിതരണം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ധനവകുപ്പ് അനുവദിച്ച 30 കോടി ഗതാഗത വകുപ്പിന് കൈമാറി. ഇതുകൂടാതെ ബാങ്കിൽ നിന്ന് 50 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകാനാണ് ശ്രമം. ശമ്പളം നൽകാത്തത് പരാതിയായി തൊഴിലാളി യൂണിയനുകൾ ഉന്നയിച്ചില്ലെന്ന ഗതാഗത മന്ത്രിയുടെ അഭിപ്രായം പച്ചക്കള്ളമാണെന്ന് CITU നേതാവ് പ്രതികരിച്ചു. പച്ചക്കള്ളമാണ്, അതേപോലെ പച്ചക്കള്ളമാണ്. അതിപ്പോൾ നമ്മൾ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും തൊഴിലാളി പോയി പരാതി പറഞ്ഞിട്ടേ അദ്ദേഹം ഇടപെടുമെന്നുള്ളത് ഈ LDFന്റെ മന്ത്രിസഭയിൽ ഇരുന്നാണ് അദ്ദേഹം ഇത് പറയാനുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നാൽ നന്നാണ് CITU അഭിപ്രായം പറയുന്നത്. തൊഴിലാളി യൂണിയനുകൾ ഓരോ ദിവസവും സമരം കടുപ്പിക്കുകയാണ്. 28-ന് ഭരണാനുകൂല സംഘടനകളും അടുത്ത മാസം 6-ന് പ്രതിപക്ഷ സംഘടനകളും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. പരാജയം നേരിട്ടപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയ വ്യക്തി ഇപ്പോഴും പാർട്ടിയെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കുര്യൻ പറയുന്നു. നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് കോൺഗ്രസ് പ്രസിഡന്റ് വരുന്നത് രാഹുൽ ഗാന്ധി തടയുകയാണെന്നും G23 ഗ്രൂപ്പിലെ PJ കുര്യൻ ആരോപിച്ചു. PJ കുര്യനോട് കോൺഗ്രസ് കടുത്ത അനീതി കാട്ടിയെന്ന് KV തോമസ്. ചുമതലയിൽ നിന്നും PJ കുര്യനെ മാറ്റിയത് അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാതെയാണ്. ഇക്കാര്യത്തിലുള്ള അസംതൃപ്തി മുൻപ് ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും KV തോമസ് പറഞ്ഞു. സാറ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുര്യൻ സാറിനോട് അനീതി ചെയ്തിട്ടുണ്ട് പാർട്ടി. ചെറിയ അനീതിയല്ല, അതും അദ്ദേഹത്തിൻ്റെ വെർഷൻ കേൾക്കാതെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിന് എനിക്കുമുണ്ട്. വിഷമം ഞാനത് അന്ന് ആ തീരുമാനം എടുത്ത സന്ദർഭത്തിൽ ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു തെറ്റായ തീരുമാനമാണ്. കുര്യൻ സാറിനെ PC ചാക്കോയും ഒക്കെ മാറ്റിനിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോകാൻ കഴിയത്തില്ല. അവരുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്ന് ആ രാജ്യസഭ കേരള കോൺഗ്രസിന് പോകുന്നത്. CPM പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തതിനെക്കുറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിശദീകരണം നൽകുമെന്ന് KV തോമസ്. കോൺഗ്രസിനെതിരെ താനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഭാഗം കൂടി കേട്ട ശേഷമാണ് AICC തീരുമാനം എടുക്കേണ്ടതെന്നും KV തോമസ് പറഞ്ഞു. കോൺഗ്രസ് അംഗത്വ വിതരണത്തിലെ പരാതി നൽകാൻ A ഗ്രൂപ്പ് വ്യാജ അംഗങ്ങളെ ചേർത്ത് അംഗത്വ വിതരണം അട്ടിമറിക്കാൻ നീക്കം നടത്തിയെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും പുനഃസംഘടനയുമായി മുന്നോട്ട് പോയത് സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് ആക്ഷേപം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും സഹോദരി ഭർത്താവ് സുരാജിനെയും അന്വേഷണ സംഘം ചൊവ്വാഴ്ച ചോദ്യം ചെയ്യും. ആലുവ പോലീസ് ക്ലബിൽ ഹാജരാവാൻ ഇരുവർക്കും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. സായി ശങ്കറിനെ നാളെ ചോദ്യം ചെയ്യും. പ്രത്യാശയുടെ ഈസ്റ്റർ.
യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിലെ പാതിരാ കുർബാനകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പുലർത്തണമെന്ന ഈസ്റ്റർ സന്ദേശത്തിൽ പുരോഹിതർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. കുരിശുമരണത്തിന്റെ സഹനത്തിൽ നിന്നും വിശ്വാസികൾ ഉയിർപ്പിന്റെ ഉത്സവത്തിലേക്ക്. ദേവാലയങ്ങളിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകൾ പുലർച്ചെ വരെ നീണ്ടു. പാതിരാ കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും പുരോഹിതർ നേതൃത്വം നൽകി. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുക്കർമ്മങ്ങൾ. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലും പ്രദക്ഷിണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പട്ടത്ത് മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് മാർ ബെസേലിയൂസ് ക്ലെമിസ് കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായ നിയോഗത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക. പാളയം പള്ളിയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനേറ്റോയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പരുമല ഓർത്തഡോക്സ് പള്ളി, കോട്ടയം പുതുപ്പള്ളി പള്ളി, കോട്ടയം പഴയ സെമിനാരി എന്നിവിടങ്ങളിലെ പ്രാർത്ഥനകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മസ്കറ്റിലെ ഗ്രിഗോറിയോസ് മഹാ ഇടവകയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. 50 ദിവസത്തെ നോയമ്പിനും ഓശാന ഞായറൽ തുടങ്ങിയ വിശുദ്ധവാരത്തിനും ഈസ്റ്റർ ആഘോഷത്തോടെ സമാപനമായി. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.